ഹായ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ നിൽക്കുന്നത് എവിടെയാന്ന് പറയാം, ചേർപ്പ് എന്ന സ്ഥലത്ത് ഒരു കർഷകന്റെ ഫാം സന്ദർശിക്കാൻ വന്നിട്ടുണ്ടാണ്. അതും അനേകം അവാർഡുകൾ വാരിക്കൂട്ടിയ ചേർപ്പ് കൃഷിഭവനിൽ നിന്നും അല്ലാതെയും അവാർഡുകളുണ്ട്, നല്ല കർഷകനുള്ളതും അല്ലാതെയും. അത് നമ്മൾ കൂടുതൽ വിവരങ്ങൾ പറയാം. ഇവരെ വീടാണിത്. കണ്ടു, വീട്ടിൽ ധാരാളം പച്ചക്കറികളുണ്ട്, ഇവരെ ഫാമുണ്ട്. അപ്പം നമ്മൾ ഫാമിൽ എന്തെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നു എല്ലാം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് ഫാമിലേക്ക് പോകാം. ഇവരാണ് ഈ ഫാമിന്റെ ഉടമസ്ഥര്. നമ്മൾ ചെന്നെന്ന് കരിമീക്കയ്ക്ക് ചേർപ്പലാണ് കച്ചവടം. അങ്ങോട്ട് പോകാനുള്ള തിരക്കിലായി, അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. എന്താ പേര്? ശൈലാഗിരി. ശൈലാഗിരി. ഭർത്താവിന്റെ പേര് അബ്ദുൽ ഗനി. ഇത് ചേർപ്പ് പഞ്ചായത്തല്ലേ? പഞ്ചായത്തിൽ ചേർപ്പ് കൃഷിഭവന്റെ കീഴിലുള്ളത്. അതെ, ചേർപ്പ് കൃഷിഭവന്റെ കീഴിലുള്ള കർഷകർക്കുള്ള അവാർഡുകൾ ധാരാളം, ജൈവ കർഷകർക്കും അല്ലാതെയുള്ള അവാർഡുകൾ വാങ്ങിയുള്ളത്. സമ്മിശ്ര കൃഷിക്കുള്ള അവാർഡ് കിട്ടിയിട്ടില്ല. അപ്പൊ അവരുടെ ഫാം നമുക്ക് പരിചയപ്പെടാം. എന്തെല്ലാം അവിടെ ഉണ്ടാക്കുന്നത് ആൾക്കാർക്ക് പരിചയപ്പെടുത്തി നോക്കാം. ഇത് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാ. ഇതും കണ്ടോ, ആ ഫ്രൂട്ട്സ് കഴിച്ചാൽ പിന്നെ കൊറേ നേരത്തിന് ഇങ്ങനെ വായല് മധുരം നല്ലൊരു തന്നെയാണ്. ഇത് ചെറുതാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് വെക്കാൻ വേണ്ടിട്ട് മേടിച്ചു കൊണ്ടിരിക്കുന്ന വെച്ചിട്ടില്ല. ഇവിടെ ചെടികളിൽ ചീര എല്ലായിടത്തും കാണാട്ടാ. ചീര ഉണ്ടല്ലേ? കോവക്ക. ഇത് വലിയ ഇത് വണ്ണം കൂടിയ ടൈപ്പാണ് അല്ലേ? ഇത് വണ്ണം കൂടിയ ടൈപ്പാണ്. മറ്റേത് നീളൻ. രണ്ട് ടൈപ്പാണ്. ശരിയാ, വണ്ണം കൂടിയതുണ്ട്. ഏതാ നല്ലത്? ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് വണ്ണം കുറവുള്ളത് നീളൻ. അതെ, വണ്ണം കുറവുള്ളത്. അതെ, ഇന്ന് രാവിലെ വെള്ളം എടുത്തതാ. ഒരു പൊട്ടിക്കാനുണ്ട്. അത് അവരെല്ലാം പൊട്ടിക്കുന്നത്. അല്ലല്ല, അത് വലിയ അതിൻ്റെതാണ്. ഒന്നും കൂടെ വണ്ണം ഇതിന്റെ വണ്ണം കണ്ടില്ലേ? അതാ ഈ വണ്ണം വരും. അതാണ് അതിന്റെ ശരിക്കും പരുവം. പക്ഷെ ഇതിപ്പോ ഞങ്ങുണ്ട്. ഇപ്പൊ കുറച്ചും കൂടി അതിന് മൂത്തു. ഇത് ചീര. ഇത് പച്ചച്ചീരയാണ്. ഈ പറമ്പില് വിവിധ തരം ചീരകളുണ്ട്. ഇതില് കണ്ട, ഇതൊരു വെസ്റ്റേൺ ചെറി എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. ഇത് വെസ്റ്റേൺ ചെറി. നമ്മുടെ നാടൻ ചെറിയായിട്ട് വ്യത്യാസം എന്ന് വെച്ചാ ഇത് ഈ സ്റ്റേഷൻ എടുക്കാന്ന് പറയുന്നത് പുളി, ചെറുതായിട്ടൊരു പുളിയാണ്. അത് അങ്ങനെ തന്നെ നിലത്ത് പടർന്നെടുക്കായിരുന്നു. കൊറേ സ്ഥലം ഇങ്ങനെ വേസ്റ്റ് ആയി പോവാ. അതങ്ങനെയാണ്. അപ്പൊ നമുക്ക് അതിന്റെ സ്ഥലം മെനക്കെടുത്തിട്ടുണ്ടല്ലോ. പപ്പായ അല്ലേ? ഇത് റെഡ് ലേഡി ആണോ? ഇത് നാടന്റെ റെഡ് ലേഡി. നമ്മ വിത്ത് റെഡ് ലേഡി. ഇതാണ്ട് പുഷ്ടിച്ച് വരുന്നുള്ളൂ അല്ലെ? ഇത് പച്ചച്ചീര. ഇവിടെ പയറുണ്ട് കുറച്ച്. ഇത് കുറ്റിപ്പയർ അല്ലേ? ഇത് കുറ്റിപ്പയർ. കൃഷിക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പയറാട്ട കുറ്റിപ്പയർ. കുറ്റിപ്പയർ ഉപ്പേരിയാണ്. കുറ്റിപ്പയർ ഉപ്പേരി, പിന്നെ കഞ്ഞി. അതന്നെ ഇത് കുറ്റിയമരല്ലേ? കുറ്റിയമര. ഇതൊക്കെ കുറ്റിയമര ഉണ്ട്. കുറ്റിയമര ഉണ്ടായ്മ കായ ഉണ്ടല്ലോ. കുറ്റിയമര. ഈ ഫാമിൽ എല്ലാവിധ കൃഷികളും ഉണ്ട്. ഇത് അഗസ്ത്യച്ചീര എന്ന് പറയും. അഗസ്ത്യച്ചീര. ഇത് വെള്ളയാണ്. വെള്ള. ഇനി ചോപ്പ് ഉണങ്ങി നിറയെ ചോപ്പ്. ഇതിന് വെള്ള, അത് ചോപ്പ് വരുന്നു. പക്ഷെ തിരി വരുന്നുണ്ട് തോന്നുന്നുണ്ട് അവിടെ നോക്ക്. ചെലപ്പോ ഉണ്ടാവും വിചാരിക്കും. വെള്ളം കയറുന്ന പറമ്പായ. ഇതിന്റെ പൂവും ഈ ഇളം തണ്ടൊക്കെ കറി വെക്കാം. നല്ലതാ. ആസിഡിനൊക്കെ നല്ലതാന്ന് പറയും. ഇപ്പൊ കണ്ട, രണ്ടും ഉണങ്ങി. പക്ഷെ ഇത് പൊടിച്ചു വന്നു. ഇത് കൊടംപുളി അല്ലേ? അത് കൊടംപുളി. കായ ഉണ്ടാവാറുണ്ട്. അത് ഒട്ടണം. മിൽക്ക് ഫ്രൂട്ട്. അത് ആയിട്ടില്ല. ഇത് മിൽക്ക് ഫ്രൂട്ട്. അത് ചെറിയ കായ ഉണ്ടാവും, പിന്നെ കൊഞ്ഞു. എന്താണ് സംഭവം മനസ്സിലാവുന്നില്ല. മിൽക്ക് ഫ്രൂട്ട് ഇതല്ലേ ടീച്ചർ അവരെ കണ്ടത്? ഇത് ഫാഷൻ ഫ്രൂട്ട്. ഫാഷൻ ഫ്രൂട്ട് വയലറ്റ് കളർ. അത് അതെ, വയലറ്റ് കളർ. വൈകിട്ട് അത് ഞാൻ ഇവിടെ ടൂറ് പോയപ്പോ അതിന്റെ ഒരു നല്ല ഭംഗിയുള്ള കളർ നോക്കിട്ടേ ഇടുക്കിന്ന് കൊണ്ടുവന്നതാ.
അതതിന് ഇവിടത്തെ തണുപ്പ് വേണല്ലോ, ആ എന്നാലേ ആ കായ ഉണ്ടാവുള്ളൂ. നമ്മുടെ പയറ് ഇവിടെ നമുക്കൊരു പുതിയ കൃഷി ഉണ്ടായിരുന്നു, എല്ലാതും മീനിന്റെ വെള്ളപ്പൊക്കത്തിലെല്ലാം മുങ്ങിപ്പോയി, നശിച്ചു പോയി. കാരണം ഒരു ഓർക്കാവർത്ത വെള്ളം കയറി ഇപ്പൊ അങ്ങോട്ട് പോയി. അപ്പൊ ഇതിന്റെ ചെലവ് ആര് വഹിക്കും? 7 ലക്ഷം രൂപ ചെലവാക്കി നമ്മ തുടങ്ങി വെച്ചതാ. അതിനിപ്പോ റീസ്റ്റാർട്ട് ചെയ്യണം എന്തായാലും. സബ്സിഡി ഗവൺമെന്റിന് കിട്ടില്ലേ? ഇനി കിട്ടില്ല, ഇനിയിപ്പോ നമ്മളെന്നെ അല്ല, ഇത് മറ്റേ പ്രകൃതി ദുരന്തത്തിലൂടെ നഷ്ടപ്പെട്ട സബ്സിഡി അല്ലെങ്കിൽ ഒരു നമ്മടെ ബാങ്കിന്ന് 7 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തിട്ട് ചെയ്തത്. അന്ന് അവര് 3 ലക്ഷം രൂപ സബ്സിഡി തന്നിരുന്നു. ഇനിയിപ്പോ ഇത് നശിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവര് ഒന്നും ചെയ്തില്ല. ഇത് ബ്രൊക്കോളി എന്ന് പറഞ്ഞ സംഭവം. ഞാൻ വിചാരിച്ചു ഇത് കണ്ടപ്പോഴേ കോളിഫ്ലവർ ആണ് വിചാരിച്ചു. അല്ല, ഇത് ബ്രൊക്കോളി. ബ്രൊക്കോളി ആയിട്ടില്ല. ആദ്യത്തെ ട്രിപ്പ് ഒക്കെ പോയി, അന്ന് മഴ പെയ്തില്ലേ, ഫുള്ളായിരുന്നു ഇവിടെയൊക്കെ. പക്ഷെ ഇത് വീണ്ടും ഞാനത് വീണ്ടും ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം ഈ സംഭവം. ഇത് മറ്റേ കുക്കുംബർ. ഇപ്പൊ കായ ആയിട്ടില്ല, പൂവായിണ്ട്. കണ്ടില്ലേ? കായായത് കുക്കുംബറിന്റെ പൂവായിണ്ട്. ഇത് മത്തൻ. ഇത് ഇതിന്റെ ഉള്ളിലുണ്ടാവണ മത്തനാ ഉണ്ടായതാണ്. അത് നമുക്ക് ഈ മീനിന്റെ വെള്ളം മതിയായിരുന്നു ഇവിടെ കംപ്ലീറ്റ് നനച്ചെത്താനൊക്കെ. ഇതെല്ലാതും ബ്രൊക്കോളി തന്നെ. ഇത് മൊത്തം ബ്രൊക്കോളി. ഇതൊക്കെ ബ്രൊക്കോളിയാ. റംബൂട്ടാന്റെ റംബൂട്ടാൻ എല്ലാന്റെ കടക്കിലും ചീര ഉണ്ടാവും. മാവുകളൊക്കെ എത്ര തരണ്ട്? ഇത് 40 മാവുണ്ട്. അത് 40 ദിനാണല്ലേ? അല്ല, അധികം നമ്മുടെ ഇതാണ് മറ്റേ മൂവാണ്ടൻ. പിന്നെ നമ്മുടെ സാധാ വെറൈറ്റികള് എല്ലാം മാവും. നാടൻ ടൈപ്പാണ്. കൊറേ നാടൻ. സിറ മുളക്. സിറ നല്ല എരിവുള്ള സിറ. ആണ്ടാ ഇതിന്റെ നീളൊക്കെ. ഇത് പൊട്ടിച്ചു വന്ന് രാവിലെ. ഇന്നത്തെ ചന്തക്ക് വേണ്ടി പൊട്ടിച്ചില്ലേ? ഇതിപ്പോ രാവിലെ ചന്തള്ള ദിവസല്ലേ, അപ്പൊ ഇന്ന് പൊട്ടിച്ചു പോയി. എന്നാലും കുറച്ചൊക്കെ നേരം ഇഷ്ടം പോലെ ഉണ്ട്. ഇത് 2 സിറം തന്നെയാ. ഇതിന് ഏകദേശം ഒരു 200 രൂപ വില വരില്ലേ? 200. നമുക്ക് അവിടെ കിട്ടാറുണ്ട്. ഇത് ചുവപ്പും പച്ചയും കൂടി അല്ലെങ്കിൽ എഡ കലർത്തി ചെയ്തതാ. മറ്റേ ചീര വാത്താങ്കര ചീര എന്ന് പറയുന്നത്. വാത്താങ്കര ചീര കടും ചുവപ്പല്ലത്. അതെ അതെ. ചീര ബീട്രൂട്ട്, വാത്താങ്കര ചീര. ഇതൊക്കെ സിറം മുളക് തന്നെയാ. ഇതൊക്കെ സിറ. ഇതിനല്ലേ? ഇത് കോളിഫ്ലവർ അല്ലേ? കോളിഫ്ലവർ. ഇതൊക്കെ കോളിഫ്ലവർ. അത് നമ്മുടെ എടയൂര് മുളക് എന്ന് പറയും. അത് വേറൊരു വെറൈറ്റി. അതിന്റെ വൈലറ്റ്. ഇത് തക്കാളിട്ടാ. തക്കാളി നാടൻ തക്കാളിട്ടാ. തക്കാളി കായി തുടങ്ങിന്റെ കണ്ടില്ലേ? ഫസ്റ്റ് നമ്മ വള്ളി കെട്ടി കൊടുക്കണായിരുന്നു. പക്ഷേ നിലത്ത് വീണ് പോയി. നമ്മളെ പണിക്കാർക്ക് പെട്ടെന്ന് ആകസ്മികമായിട്ടൊരു വയറുവേദന വന്നിട്ട് ആ 3 ഹിന്ദിക്കാരൊപ്പം പോയി. ഒരുമിച്ച് പോയി. ഒരാൾക്ക് വയറുവേദന വന്നു, 3 ആൾ ഒരുമിച്ച് പോയി. അപ്പൊ എത്ര പണിക്കാരുണ്ട്? 5 ആളുണ്ട്. ഇവിടെ താമസിക്കുന്ന നമ്മ സ്ഥലമൊക്കെ ശരിയാക്കി കൊടുത്തിട്ട്. ഫാമിലിന്റെ ചെറിയ പിള്ളേരാ. തക്കാളി ഇഷ്ടം പോലെ ഉണ്ട്. തക്കാളി തലവിട്ട് ആ തല തക്കാളിന് ഫുള്ള് തക്കാളി. പിന്നെ ഇങ്ങനെ ഉണ്ട് മാവ്. ഈ സൈഡ് പറമ്പിന്റെ സൈഡ് മുഴുവനും മാവ് വെച്ച്. മാവ് മാത്രല്ല അവിടെ തന്നെ അവിടന്നൊക്കെ കൊണ്ടുവന്നിട്ട് അതന്നെ. ഇത് കാബേജ് അല്ലേ? അത് കാബേജ്. ഇവിടെ മത്തൻ അതൊക്കെ ഉണ്ട്. അത് കാണിച്ചത്. ഇത് ശരിക്കും 1.5 ഏക്കർ പറമ്പ. അപ്പൊ അത് മൊത്തം കൂടെ എത്തണ്ടേ? ആ സൈഡിലാണ് പടരുന്ന സാധനങ്ങൾ. അത് തക്കാളിക്ക് തക്കാളി മൂത്ത് പഴുക്കാരെ തുടങ്ങി. അതിങ്ങനെ കെട്ടിയിട്ട് വള്ളി വെച്ച് കെട്ടാൻ പതിവ്. അവിടെ വരെ എത്തിച്ചിട്ട് അപ്പോഴത്തേനാണ് ഇവര് കംപ്ലൈന്റ് ആയി ഇവര് വീട്ടിൽ പോയി. മറ്റേത് ഇതെന്ത് ഫ്രൂട്ടാ? കിളിഞ്ഞാവല്. ഞാവൽപ്പഴം. വലിയ ഞാവല്. ഞാവൽപ്പഴം. അത് ഒട്ടാണോ? അത് ഒട്ട്. ഇത് നമ്മുടെ എലന്തപ്പഴം എന്ന് പറയില്ലേ? അത് കാരപ്പഴം എന്ന് പറയില്ലേ? ചെറിയ മഞ്ഞച്ചെടി. അത് എലന്തപ്പഴം. ഇതില്ലേ ഉണ്ടായിരുന്നു. ഒക്കെ പിള്ളേര് പൊടിച്ചു തിന്നു. അങ്ങോട്ട് വായി വരുമ്പോ നല്ല ടേസ്റ്റ് ഉള്ളത്. അവർക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് അത്. ഇത് എലന്തപ്പഴം. ഇത് എലന്തപ്പഴം. ഇതാണ് ഞാവൽപ്പഴം. ഇത് ഞാവല്. റോഡ് സൈഡിൽ കണ്ടാ ഞാവിലാവൂത്. അതന്നെ. നല്ല വലിപ്പമുള്ള. ഇത് ആയില്ലേ എലന്തപ്പഴത്തിന്. ഇതൊക്കെ മൂവാണ്ടമാവ്. മൂളിക്കൊച്ചി. ഇത് പൊട്ടിക്ക് ഞങ്ങൾ 5 കിലോ 4 കിലോ വെച്ചിട്ടേ പൊട്ടിക്കും. അപ്പോഴേ നമുക്ക് നാട്ടിൽ അതിലേക്ക് പാകത്തിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതെ, അവര് തെറ്റി ചെയ്തതാ. ഇത് എന്നിട്ട് അവർക്ക് തൈ എന്നിട്ടാന്ന് അറിയാണ്ടേ.
ഇതാണ് ഞാൻ പറഞ്ഞ കാരക്കായാന്ന്. കാരപ്പഴം എന്ന് പറയില്ലേ, ഒരു ഇത്ര 3 കായ അത് ഉണ്ടായിരുന്നു. കാരപ്പഴം നിറയെ മുള്ളായിരിക്കും അല്ല. അല്ല, നമ്മളെ പശുവിനൊക്കെ പുറത്തുകൊണ്ട് കിട്ടി. ഇതൊക്കെ കാബേജ് അല്ലേ? കാബേജ്. മറ്റേത് കളറുള്ള കാബേജ് ആണോ? വൈലറ്റ് കാബേജ്. തക്കാളി പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. കളിനങ്ങനെ ഇടാൻ പാടില്ല, ഇത് വന്നാ ഡാമേജ് ആവും. ഇതാണ് കാബേജ്. ഇത് ഒട്ടും വിഷടിച്ചിട്ടില്ല. ഈ പറമ്പിൽ ഇന്നൊരു വിഷടിച്ചിട്ടില്ല. ജൈവ കൃഷിയാണ്. ഇതാണ് വെണ്ടക്കായ. കായ ഈ പ്രാവശ്യം ഉഷാറായില്ല. തക്കാളി കഴിക്കാൻ പോകുന്നു. പഴുത്ത തക്കാളി ഫുള്ള് ജൈവ രീതിയിൽ ആണ്. ഇവിടുത്തെ കൃഷി ഇതില് വളം ഏതൊക്കെയാ? ചാണകപ്പൊടി. ഇവിടെ ഞാൻ ഉണ്ടാക്കണ വളങ്ങളാ. പഞ്ചാമൃതം ഉണ്ടാക്കും, പഞ്ചഗവ്യം എന്ന് പറയുന്നത്. പിന്നെ ജീവാമൃതം ഉണ്ടാക്കും, ഫിഷ് അമിനാസിഡ് ഉണ്ടാക്കും, എഗ് അമിനാസിഡ് ഉണ്ടാക്കും. അങ്ങനെ 4-5 തരത്തിൽ വളരണം. പിന്നെ ഞങ്ങളെ കമ്പോസ്റ്റ്, ഇതിന്റെ ഒക്കെ വേസ്റ്റുകൾ മുഴുവൻ കമ്പോസ്റ്റ് ആക്കും. കമ്പോസ്റ്റ് നിറച്ചിട്ട് അതിന്റെ ഇവിടെ ചെയ്യും. അപ്പൊ ഫുള്ള് ജൈവ കൃഷികളാട്ടാ. ഇവിടെ ജൈവ കർഷകർക്കുള്ള അവാർഡ് ഏതെല്ലാം രീതിയിൽ അവാർഡ് കിട്ടിയിട്ടുണ്ടാവും? ജില്ലയുടെ കിട്ടിയിട്ടുണ്ട്, ബ്ലോക്കിന്റെ കിട്ടിയിട്ടുണ്ട്, പിന്നെ ഓരോ സംഘടനകളുടെ അവാർഡുകൾ കിട്ടി. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും അവാർഡിന്റെ പറയുമ്പോ ഇവിടുത്തെ ഇവിടെയും പ്രിഫർ ചെയ്യാം. ആദ്യം ഞങ്ങളാണ് തക്കാളി ഉണ്ട്, ജൈവ രീതിയിൽ ഉണ്ടായ തക്കാളി, അതാണ് കഴിക്കുന്നത്. അത് ടേസ്റ്റ് ആട്ടത് ആ തക്കാളിയുടെ ഇത് ഞാവൽപ്പഴം തന്നെയാണ്. ഇത് പേര, കിലോ പേര, വലിയ പേര ഒരെണ്ണം പഴുത്തുണ്ട്. വലിയ പേരക്കാവും കിലോ പേര. ഇതല്ലേ ഇത് നല്ലപോലെ മൂപ്പിക്കുന്നുണ്ട്. ഇത് വെണ്ട കണ്ട, വയലറ്റ് വെണ്ട, ചുമന്ന വെണ്ട. ഇത് കുമ്പളം. ആദ്യത്തെ ട്രിപ്പൊക്കെ പോയിട്ട് ഇപ്പൊ 2ാമത് ചെയ്യുന്നതാണ്. ഇത് മൂവാണ്ടനാ. പക്ഷെ ഇത് അല്ല, ഇത് ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി നിറയെ മാങ്ങ ഉണ്ടാവുന്നത്. ഇത് വേറൊരു മാവ. മാങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടില്ല. ഇതൊക്കെ മാങ്ങ പൂത്തുണ്ട്. പക്ഷെ മഴ പെയ്തപ്പോ ആ പൂ മുഴുവൻ കൊഴിഞ്ഞു പോയിട്ട് ഇപ്പൊ 2ാമത് പൂത്തിരിക്കുക. ഇത് കളർ മാങ്ങ. കളർ മാങ്ങ. ഇതും ഒരു നല്ല ടൈപ്പ് മാങ്ങ. അത് പുളി ഉണ്ടാവും, പിന്നെ പഴുത്ത നല്ല മധുര. സിന്ദൂരം പോലത്തെ മാങ്ങ അല്ലേ? ഇതാണ് ഞങ്ങൾ നെല്ല്. ഇതല്ലേ 8 ഏക്കറില്. ഇത് ഇവരെ തന്നെ കൃഷിയിടാണ്. എത്ര ഏക്കറാന്ന് പറഞ്ഞേ? 8. ഇപ്പൊ ഏതാ നെല്ല് ചെയ്തുള്ളത്? ഇതിലിപ്പോ പൊന്മണി. പൊന്മണി. കൂടുതൽ വിളവ് കിട്ടുന്ന നെല്ലാണ് ഇപ്പൊ പൊന്മണി. ജ്യോതി ഉണ്ട്, രണ്ടുണ്ട്. ജ്യോതിയായിട്ടും വിളവ് പൊന്മണിക്കാന്ന് പറയുന്നില്ല. 8 ഏക്കർ ഭൂമിയില് നല്ല നെൽ കർഷകനുള്ള അവാർഡ് ലഭിച്ചതാണ് 2024. ഇതും വേറൊരു വെറൈറ്റി മാങ്ങയാണ്. വലിയ മാങ്ങിയത്. ഒരു ഭാഗം കൂടെ തീറ്റപ്പോന്നുണ്ടെങ്കിൽ കത്തിപ്പോയി. ഇത് ചീര. ഇത് കണ്ട, ഇത് ആനക്കൊമ്പം കണ്ട. വെള്ള ആനക്കൊമ്പം കണ്ട. അത് ഇവിടെ ആ ഓസ് വെച്ചിട്ട് എന്നും നനച്ചു കൊടുക്കണം. ചീരക്ക് എന്നും നനയ്ക്കണ്ടേ. ഇത് പടവലം. പൂട്ട് തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? പടവലം പൂട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇതൊക്കെ കോളിഫ്ലവർ അല്ലേ? അതെ അതെ, കോളിഫ്ലവർ. ഇത് പീച്ചിലുണ്ട് ഇവിടെ. പീച്ചിങ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതാനാ പീച്ചില്. ഇത് പീച്ചില്. പീച്ചില് നോക്കിയാ പീച്ചിങ് കണ്ടില്ലേ? പീച്ചിലുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടാവുമ്പോ നിറയെ ഉണ്ടാവും. ഇത് ഏറ്റവും കൂടുതൽ ഹിന്ദിക്കാർ കണ്ടമാനം കഴിക്കും. നോർത്ത് ഇന്ത്യൻസ് ഭയങ്കര ഇഷ്ടം. എവിടെ കണ്ടാലും അവര് പരിപ്പിട്ട് വെക്കാം, തോരൻ വെക്കാം. അതിന്റെ മീതത്തെ മുള്ളില്ലേ, അത് ചെത്തികളെ. പിന്നെ കഴിക്കുമ്പോ ഒരു കറുമുറുണ്ടാവും. അവർക്ക് ഭയങ്കര ഇഷ്ടം. എവിടെ കണ്ടാലും അവര് ഇതില്ല. ഇത് കയ്പ പാവല്. ഇതില് 2 വെറൈറ്റി പാവലുണ്ട് ഇപ്രാവശ്യം. ഒന്ന് രുദ്രാക്ഷ പാവൽ എന്ന് പറഞ്ഞ ചെറിയ പാവൽ, കുഞ്ഞി ചെറുത്, വളരെ ചെറുത് ഉണ്ടായാ. ഇതാണ് രുദ്രാക്ഷ പാവൽ എന്ന് പറയുന്നത്. ഇത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് അത്. ഇതൊരു രുദ്രാക്ഷ പാവലില്ലേ, പുതിയ വെറൈറ്റി ആവും. 2 ടൈപ്പ് ഉണ്ട്. കരിമ്പച്ച ഇത്ര ഉണ്ടാവുള്ളൂ. ഭയങ്കര പച്ച. പക്ഷെ ഇത് അത്ര വിചാരിച്ചത്ര കയ്പില്ല.
കള കാണുമ്പോ തന്നെ ഇത്രയും ഉണ്ടാവുള്ളൂ. ഇത്ര ഉണ്ടാവുള്ളൂ. വെറൈറ്റി വിത്തുകൾ കണ്ടമാനം കൃഷി ഉണ്ടല്ലോ ഇവിടെ, നാടനും. ഇത് ഹിന്ദിക്കാര് വിത്ത് കൊണ്ടുവന്നതാ. കോളിഫ്ലവർ ഉണ്ടാവാൻ തുടങ്ങി. ഉണ്ടാവണ്ട? അതെ അതെ. പൂവുണ്ടായില്ലേ? ഫ്ലവർ ഉണ്ടാവാൻ തുടങ്ങി. ഇത് വയലറ്റ് കാബേജ്. ചൂട് കാരണം വെള്ളൊക്കെ ഇതിന്റെ ഇടയില് നിറച്ചിടാവൂലേ യാണീരെ. അത് കാരണം മാവിനും വെള്ളം കിട്ടുണ്ടാവും. ഇവിടെ ഫുള്ള് ജൈവ രീതിയിൽ ഉണ്ടാക്കുന്ന കൃഷികളാണ്. ഇത് പടവലം. ഇത് വേറെ, ഈ പീച്ചില് വേറെ ടൈപ്പാണ്. ഇതിപ്പോ നാളെ പൊട്ടിക്കണം. ഇത് പരുവായി. ഇത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മ രുദ്രാക്ഷപാവല് കണ്ടില്ലേ, അതിന്റെ തന്നെ പോലെ തന്നെ. അവര് കൊണ്ടുവരുന്ന വിത്തുകളല്ലേ, ഇതൊന്നും കൂടെ സ്മൂത്ത് ആട്ടാ, ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞവരിത്. മറ്റേന്റെ എത്ര അടിച്ചില്ലേ കണ്ട. ഇത് ഒരു വെറൈറ്റിയാണ്. അതന്നെ സംഭവം കണ്ട. ഇതിന്റെ മറ്റേനെ എത്ര അടിച്ചില്ലേണ്ട, സ്മൂത്ത് ആണത്. രണ്ട് ടൈപ്പ് സാധനം തന്നെ കാണുമ്പോ അറിയാം, തൊട്ടുനോക്കുമ്പോഴത്. അപ്പൊ ഇതിന് വലിപ്പില്ലാത്ത ഇത്രയ്ക്ക് ആവുമ്പോ അവര് പൊട്ടിക്കുന്നു, എന്നിട്ട് അത് തോരൻ വെച്ച് കഴിക്കുന്നവരുണ്ട്. അപ്പൊ അധികം നല്ല ചളും ഇതല്ലേ, ഇതായിട്ട് അവര് പൊട്ടിക്കും, അവര് കഴിക്കും. അപ്പൊ അങ്ങനത്തെ. ഇത് ബജിമുളക്. ഇത് കായിലോ ഇതൊക്കെ പൊട്ടിക്കണം അടുത്ത ചന്തക്ക് നാളെ. ഇതിങ്ങനെ ഉണ്ടാവുമ്പോ കൊല ആയിട്ടുണ്ടാവുക. അങ്ങോട്ട് നോക്കിയ കുക്കുംബർ കാണണമെങ്കിൽ സ്നോ വൈറ്റ് കുക്കുംബർ. ഇത് ബജി മുളക് പൊട്ടിച്ചോ, നല്ലതാ ബജി മുളക്. പൊട്ടിച്ചോ, നിങ്ങൾക്ക് ബജി ഉണ്ടാക്കാൻ വേണമെങ്കിൽ പൊട്ടിച്ചോ. നല്ലൊരു വെറൈറ്റി ചാമ്പ് ഇതാ. അത് കളറ് വൈറ്റാ, ചുമന്ന കളർ, നല്ല റെഡ് ചാമ്പ. നല്ല മധുരം ഉണ്ടാവും. ഇതൊക്കെ തന്നെയാട്ടാ വെറൈറ്റി പീച്ചി. ഇത് സാനിയുടെ കുക്കുംബർ, പച്ച കരിമ്പച്ച ആയിട്ടില്ല. ഇതാ ഉണ്ടായി തുടങ്ങിയിട്ടില്ല. പൂടും ചെറുതായിട്ട് ആവണുള്ളൂ, ഒരാഴ്ച പിടിക്കും. എല്ലാം എന്റെ കണക്കിന് വേണ്ട. ഒക്കെ പയറിപ്പോ അത് പൊട്ടിച്ച് തീർന്നു. ഇത് കായ്പിക്ക. ഇതിന്റെ നെറ്റ് കട്ടായി പോയി. ഇത് മൊത്തം ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ കിടക്കലും. ഇതിന്റെ പട്ട വീഴുമ്പോ അത് നാശാവുക. തെങ്ങേറ്റുണ്ട് എപ്പോഴൊക്കെയാ? തെങ്ങേറ്റം കഴിഞ്ഞു. 2-3 മാസത്തുമ്പല്ലേ കേറുള്ളൂ. മത്തൻ. ഇതാണ് കുക്കുംബർ, സ്നോ വൈറ്റ് കുക്കുംബർ. ആ തലകുട്ടി ഈ തല ഫുള്ള് അറ്റം മുതൽ ഏറ്റം വരെ സ്നോ വൈറ്റ് കുക്കുംബർ. നമ്മുടെ കുക്കുംബറിന്റെ ആൾക്കാർക്ക് കുക്കുംബറാണ് ഇവിടുത്തെ പ്രിയപ്പെട്ട താരം. വേനലിലെ ഭക്ഷണം. ഇതൊക്കെ മൂപ്പാവണല്ലോ അല്ലേ? കുക്കുംബർ പൊട്ടിച്ച് കഴിച്ചോ, അതും വിഷമൊന്നുമില്ല. ഇതാണ് ആ ബട്ടർ നട്ട് എന്ന് പറഞ്ഞില്ലേ, ഇതാണ്. ബട്ടർ നെറ്റ് ഗത പോലത്തെ ഒരു സാധനം. ബട്ടർ നെറ്റ് ഇതുണ്ടായിരിക്കുന്നുണ്ട്. ബട്ടർ നെറ്റ് അതിന്റെ മറ്റേത് നമുക്ക് അതിനെ അറിയില്ല. അതിന് വെറൈറ്റി മത്തങ്ങൾ 3-4 ടൈപ്പ് ഉണ്ട്. ഇത് വെള്ളരി. വെള്ളരിക്ക, നാടൻ വെള്ളരിക്കല്ലേ. ഇതന്നെ മുളകിന്റെ ഉണ്ടമുളക്, മറ്റേ മാലിമുളകിന്റെ. ഇതിനായിട്ടില്ല. ഇതിന് കോടാലി മുളക് എന്ന് അറിയണ്ടല്ലോ. മാലിനെ പറയുന്നതാണ് കോടാലി. കാരണം കോടാലിക്കാർക്ക് ഇത് ജൈവ ഇത് കിട്ടുകയാണ് ഇന്റർനാഷണൽ ലെവലില്. നമ്മൾ ഇതിനെ പറയുന്നത് കാന്താരി മുളക് എന്ന് പറയാം. വെള്ളരി ഉണ്ട്. അവിടെയൊക്കെ നിറയെ കിടക്കും കണിവെള്ളരി. നല്ല കളറല്ലേ, നാടനല്ലേ. ഇതും ഒരു ഫ്രൂട്ട് പ്ലാന്റ്. അതെന്തിട്ടത്? അതും ഒരു ഫ്രൂട്ടാണ്. ചാമ്പേരല്ലേ പറ്റി. എന്തോ ഒരു ഫ്രൂട്ടാ. ഇതും ഇതുപോലെ തന്നെ ഒരു പേര. കായുണ്ടായി തുടങ്ങിട്ട് പേരേമ. പേര കായ്ച്ചിട്ടുണ്ട്. വേറൊരു വെറൈറ്റി മധുരക്കിഴങ്ങാ. അതെ, ചുമപ്പാണത്. ഇത് വഴുതന. നീളം വഴുതിന്. നീളന്നെ വൈലറ്റ് നീളം. വൈലറ്റ് ഉണ്ട വഴുതന. ഇത് നമ്മുടെ ചീര. ഇതും അതാണ് നമ്മുടെ മറ്റേ മയിൽപ്പീലി ചീര. കണ്ടാ,
ചെക്കന്മാരിനോടൊക്കെ നാശാക്കിട്ടിരിക്കും. ഇത് മയിൽപ്പീലി ചീരയാണ്. 5 തരം ചീരയുണ്ട്. ഉളാത്താങ്കര ചീരയുണ്ട്, പിന്നെ വെള്ള, പച്ചച്ചീര, പിന്നെ മറ്റേ ചീര ഉണ്ട് വെള്ള, വെള്ളച്ചാന് വെള്ളച്ചീര, വെള്ളയാണ് അത്, പാൽച്ചീര, പാൽച്ചീര, മയിൽപ്പീലി ചീര, ബട്ടർനട്ട്, ബട്ടർനട്ട് ഉണ്ടായി വരുന്നുണ്ട്. ഇതൊക്കെ പച്ചച്ചീര. ഇതൊക്കെ പാൽച്ചീര. ഇതാ പാൽച്ചീര. കണ്ട അതിന്റെ തണ്ട് കണ്ട, ഇത് പാൽച്ചീര എന്ന് പറയുന്നത്. അതിന്റെ തണ്ട് നല്ല തൂ വെള്ളയാണ്, അതുകൊണ്ടാണ് പാൽച്ചീര എന്ന് പറഞ്ഞത്. കണ്ട ചീര വെറൈറ്റി കുറെ ഉണ്ടെന്നുണ്ട്. അതില് ആ സുന്ദരിനെ മാത്രം ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല. പാവിട്ടുണ്ട്. ഏത് സുന്ദരി? സുന്ദരി ചീരക്ക് ഭയങ്കര ചോപ്പല്ലേ അത്. അത് തണ്ട് മുഴുവൻ പച്ച, ചോപ്പ്. ഈ ഇപ്പൊ ഉള്ളൊരു സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്നവരാണോ? സ്ഥിരം. കുക്കുംബർ. ഇത് കുക്കുംബർ സ്നോ വൈറ്റ്. പിന്നെ അവിടെ അങ്ങോട്ട് അപ്പുറം വാഴ, ഇപ്പുറം കൊള്ളി, മുളക്, കുക്കുംബർ. ഇതില് വളപ്രയോഗം എപ്പോഴാ ചെയ്യാ? വളം ഇനിയിപ്പോ ഇതിന്റെ പുല്ലൊക്കെ ചെത്തിക്കളയണം. അത് മറ്റേ കീടനാശിനി എന്താ ചെയ്യുന്നത്? കീടനാശിനി എന്ന് പറഞ്ഞാൽ ബിവേറിയ, പുഴുവിന് ബിവേറിയ അടിക്കും, സൂഡോമോണാസ് അടിക്കും. പിന്നെ വെർട്ടിസീല്, ഈ നീരൂറ്റി കുടിക്കുന്നതിനൊക്കെ വെർട്ടിസീല് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തില് 20 ഗ്രാം പൊടിക്കണത് പൗഡർ. അത് വെള്ളത്തില്. അത് എത്ര? ഇതിപ്പോ 3 മാസമല്ലേ പച്ചക്കറി. അത് കഴിഞ്ഞ പിന്നെ ഈ ഫിഷ് അമിനോ ആസിഡ് ഒരു നിലയ്ക്ക് ഒരു വളർച്ച ത്വരിതമാണ്, പിന്നെ ഒരു കീടനാശിനിയും കൂടിയാണ്. രണ്ടും കൂടി. ഈ ചാഴിക്കൊക്കെ അത് മതി. അതിപ്പോ നെല്ലിനായാലും എല്ലാത്തിനും ഈ ഫിഷ് അമിനോ ആസിഡ് നല്ല ഇതാ. ഏകദേശം എത്ര നേന്ത്രവാഴ ഉണ്ടാവും? നേന്ത്രവാഴ ഇപ്പൊ ഇവിടെ തന്നെ 10-200 ഉണ്ട്. പിന്നെ അവിടെ 1000 വാഴ വെച്ചിട്ടുണ്ട്. എവിടെ? അവിടെ വേറെ പറമ്പുണ്ട്. അതെവിടെയാ? അവിടെ അടുത്ത് തന്നെ, ചെറുചേനെന്ന് പറയും. അതിന്റെ താഴത്തില്ലേ? താഴോട്ട് പോയിട്ട് കുറച്ചങ്ങോട്ട് പോണം. അവിടെ മെയിൻ വാഴ കൃഷി തന്നെ. അവിടെ വാഴ ഉണ്ട്, ചേമ്പ്, ചേനയൊക്കെ ഉണ്ടവർ. കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ അവിടെ കുഴിച്ചിട്ട്. അത് പിന്നെ അധികം പരിരക്ഷ വേണ്ടാത്താണ്. കുരിയച്ചിറത്തി ആവുമ്പോ നിങ്ങൾ അവിടെ തണ്ണിമത്തൻ 2 ഏക്കറിൽ ഫുള്ള് തണ്ണിമത്തനും കൊട്ടുവെള്ളനും ചെയ്യുന്നുണ്ട്. അവിടെയാ? കുരിയച്ചിറയില്. ആ പറമ്പ് മേടിച്ച പാട്ടം തനിച്ചാ? പാട്ടം. നമുക്കിപ്പോ സ്വന്തമായിട്ട് ഇപ്പൊ ഈ പറമ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ വാഴ കൃഷിയും ചേന കൃഷിയും ജൈവ കൃഷിയും നമ്മ പാട്ടത്തിന് ചെയ്യുന്നതാ. അപ്പൊ അത് എപ്പോഴാ അങ്ങോട്ടേക്ക് പോവാ? ഇവിടെ ഇപ്പൊ ഈ പ്രാവശ്യം ഇത് മുഴുവൻ അവിടെ തരുന്നു. അവിടെ ചെന്ന് ഈ ഓണക്കൃഷി തുടങ്ങിയപ്പോഴേ അവിടെ നിറയെ പച്ചക്കറി ആയിരുന്നു. അപ്പൊ അത് കാരണം അതിന്റെ നോട്ടത്താണ്ട് ഈ ചെക്കന്മാരും പോയില്ലേ. അതിനുശേഷം ഇവിടേക്ക് ശ്രദ്ധ ഉണ്ടായില്ല. അല്ലെങ്കിൽ ഇത് നിറച്ച് പച്ചക്കറികൾ ഉണ്ടാവാറ്. എല്ലായിടത്തും ഓടിയെത്താനായിട്ട് പറ്റുന്നില്ല. അവരുണ്ടായാൽ മതി. ഞാൻ പിള്ളേരും 3 ആളും ഒപ്പം അങ്ങോട്ട് പോയി. നാട്ടിലേക്ക് പോയ കാരണമാണ്. അത് കാരണം ഈ വർഷത്തെ ആകെ കണക്കൂട്ടലുകളൊക്കെ തെറ്റി. അവര് വിളിക്കണ്ട വരാ? അവര് വരും. എന്താണ് 12-ാം തീയതി വരും. വരുമ്പോ അവര് 3 ആൾക്ക് ഒരുമിച്ച് വരിക. പക്ഷെ ഈ സമയത്ത് അവരെ കൂട്ടത്തിലുള്ളവരാ. അവര് 3 ആള് ചേട്ടനൊക്കെ ആയിരുന്നു. അവര് 3 ആളും പോയപ്പോ ഒരുമിച്ച് അങ്ങോട്ട് പോയി. നമ്മൾക്ക് നല്ല പരിചരണം വേണതേ. ഇത് വിഷടിച്ച് ചെയ്യുന്ന പറമ്പാണെങ്കിൽ ആഴ്ചയിൽ 1 വട്ടം വിഷടിച്ച് അങ്ങോട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നോക്കണ്ട. ഇതങ്ങനെയല്ല. ഇത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഇതില് ജൈവ കൃഷി ആവുമ്പോ എപ്പോഴും നമ്മുടെ കണ്ണെത്തണം. ഏത് വഴിയിൽ കൂടി ഇത് വരിക എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ നല്ല മുളക, ഉണ്ട മുളക. ഇത് ഉണ്ടായി കിട്ടിയ നല്ലതാ. വഴുതന, ഫുള്ളും വഴുതന. മീൻ കൃഷിയല്ലേ? വെള്ളപ്പൊക്കം ഈ പ്രാവശ്യം ഒരു ബണ്ട് തുറന്നിട്ടാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ റീസ്റ്റാർട്ട് ആക്കും. അവിടെ കുരിയച്ചിറല്ലേ മത്തനും കുമ്പളവും വെള്ളരിയും പിന്നെ ഈ തണ്ണിമത്തനും പടരണത് മാത്രം. ജനുവരി കഴിഞ്ഞാ പിന്നെ പടരണതാ നല്ലത്. പയറും അങ്ങനെയുണ്ട്. ഇതാണ് നമ്മളെ വളങ്ങളൊക്കെ മൊത്തം കമ്പോസ്റ്റ് വളങ്ങളെ. പിന്നെ ആട്ടുംകാട്ടം, കോഴിക്കാട്ടം, കോഴിക്കാട്ടവും പിന്നെ ചാണകപ്പൊടി. ഇവിടെ പശുള്ള കാരണം ചാണകം. ഇതൊക്കെ ചാണകമാണ്. വെണ്ണൂറ് ഇതൊക്കെ വെണ്ണൂറ് മേടിക്കും. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് വേറെ തരം വഴുതിന്.
ഇത് വെറൈറ്റി ഒരു ഉണ്ട പോലെ ആ വലിയ വഴുതനയാണ്. അതന്നെ ആ. ഇത് ഉണ്ടായിരുന്ന ഞാൻ പൊട്ടിച്ചു. വൈലറ്റുണ്ടോ? ഇത് ആ ഒരു വൈലറ്റ് ഉണ്ടോന്ന്. ആ സാധനം പീനട്ട് പീനട്ട് ബട്ടർ. അതന്നെ പീനട്ട് ബട്ടർ വേണ്ടിയുടെ പോലെ. അതന്നെ അതന്നെ. അതന്നെ. ഇനിയിപ്പോ കുറച്ചും കൂടി ഒക്കെ ഒന്ന് ആവാണ്ട് ഉഷാറാക്കാണ്ട്. ഇനിയിപ്പോ ഇലക്കറികളൊക്കെ തുടങ്ങണം വീണ്ടും. ആ ഭാഗം ഒന്ന് ലെറ്റ്യൂസ് ഒക്കെ ഇനി അവിടെ തുടങ്ങണം. ഇത് മറ്റേ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞത്. ഇത് എത്ര വലിപ്പമുള്ളതന്നെ ഇത് ഉണ്ടായിട്ടുണ്ട്. ആ ഇതില്ലേ ആ സ്റ്റാർ ഫ്രൂട്ട്. സ്റ്റാറ് പൊളിച്ചാറിന് കിട്ടോ. കോഴി കൃഷിയുണ്ട്, അതൊന്ന് നോക്കാം നമുക്ക്. ഇത് ഏത് തരം കോഴി? നാടനാ? നാടനും പിന്നെ അതിൽ താറാവും. ആ പശുക്കള് പുറത്തു പോകും. പശുക്കള് 3 പശുണ്ട്. ആ 3 പശുണ്ട്. ഇത് മൊത്തം കുളമ്പ് മാവല്ലേ? കുളമ്പ്. മറ്റേ മല്ലിക. ഏത്? അതിന്റെ അപ്പുറത്തെ മാവ്. അപ്പൊ വീടിന്റെ ചുറ്റും മൊത്തം എല്ലാ സ്ഥലവും ഒരു സ്ഥലം വെറുതെ വിടും. എല്ലാരും കൃഷി തന്നെയാട്ടാ. പപ്പായ 3 പശുക്കളുണ്ട്. പിന്നെ വളം പശു ചാണകത്തിന് കുറെ ഉണ്ടാക്കൂല. മുരിങ്ങ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സംഭവം. ആ അന്നേരം മുരിങ്ങ എല്ലാ സമയത്തും മുരിങ്ങ ഇല, പൂവ്, കായ എല്ലാം വെക്കാം. അതെ. 3 പശുക്കളുണ്ട്. ജേഴ്സി പശുവാണ്. എത്ര കറവുണ്ട്? ഒരു പശുവിന് കറവ്. ഇത് ഒരു പശു 3 പശുണ്ട്. അതിൽ 2 പശു, ഒരു പശുവിന് മാത്രം കറവുണ്ട്. ബാക്കി 2 പശു കുട്ടികളാണ്. ഒരു കറവുള്ള പശുവിന് കുട്ടിയാണ്. ഇവർക്ക് സമൃദ്ധിയായിട്ട് ചാണം ഇവിടുന്ന് തന്നെയുണ്ട്. അത് കാശിട്ട് പിടിക്കുന്നത്. ഇതാണല്ലോ മല്ലിക. മല്ലിക. ഇതാണ് മല്ലിക എന്ന് പറഞ്ഞു. ആ പൂത്തിട്ടുള്ളോ? ഉണ്ടായി തുടങ്ങിയിട്ടില്ല. ഇത് 2 മാങ്ങ ഉണ്ട് തോന്നുന്നല്ലേ? ആ മാങ്ങ ഉണ്ടോ ഏറ്റവും മുകളിൽ നിൽക്കണ്ട? അത് വലിയ മാങ്ങ 1 കിലോന്റെ മേലെ വരും. ഏത്? ആ മാങ്ങ. ഇതാ മല്ലിക നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയല്ലേ? ഇത് മൂവാണ്ട. തൈകളൊക്കെ നടാൻ വേണ്ടി കൊണ്ടുവന്നു. ആ ഇത് ലോഗൻ എന്ന് പറഞ്ഞ ചെടിയാ. ലോഗൻ മറ്റേ അതുപോലെ തന്നെ. ഇത് നമ്മുടെ റംബുട്ടാന്റെ തന്നെ വേറൊരു വെറൈറ്റി. ഇത് ഇങ്ങനെ വെള്ള കളർ ആയിരിക്കുന്ന ഒരു ബ്രൗൺ കളർ. അവക്കാഡോ ബട്ടർ ഫ്രൂട്ട്. ഇതും ഒരു വിദേശി മാവാണ്. നല്ല പേരുണ്ടാവും. ആ നംഡക്ക്. ഇത് വൈലറ്റ് കാന്താരി. പച്ചക്കറികളൊക്കെ ജനങ്ങള് ഇവിടെ മേടിക്കുന്നുണ്ട്. ഇല്ലാത്തൊക്കെ പിന്നെ കച്ചവടം. ചന്ത. ഇതിപ്പോ 4 സ്ഥലങ്ങളിലായിട്ട് ചന്ത. ഒന്ന് ചേർപ്പില്, ഒന്ന് ആനക്കല്ല് ഒല്ലൂര്, ഒന്ന് കുരിയച്ചിറ, ഒന്ന് ചെമ്പുകാവ്. ഇത് ഏതെല്ലാം ദിവസമില്ല? ഇതിപ്പോ ഇന്ന് ശനിയാഴ്ചയല്ലേ? ഇന്ന് ചേർപ്പ്, നാളെ ഞായർ കുരിയച്ചിറ, പിന്നെ ബുധൻ ചെമ്പുകാവ്, വ്യാഴം ഇവിടെ ആനക്കല്ല്. അപ്പൊ കയ്യിലില്ലാത്ത പച്ചക്കറി ഇവിടുന്ന് DSPയുടെ സാധനങ്ങള് നമ്മ അഷ്ടമിച്ചറ്, കൊറ്റനെല്ലൂരും കുമ്പിടി എന്ന് പറഞ്ഞ ആളൂര് സംഭവം ഉണ്ട്. പിന്നെ ചേലക്കര പോവും, നെന്മാറ പോവും. അതങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ മാറി മാറി പോയിട്ട് പൊട്ടിച്ചിട്ട് അവിടെ വിൽക്കുന്ന. ഇതേപോലെ തന്നെ DSPയുടെ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരും. ഇല്ലാത്ത സാധനങ്ങള് പരമാവധി കളക്ട് ചെയ്തിട്ട്. ഇതിപ്പോ ഈ പറമ്പ് മാത്രമല്ല, കുറെ പറമ്പിലും പല വെറൈറ്റി ഉണ്ടല്ലോ. പിന്നെ വേറെ എവിടെയാ പറമ്പ്? കുരിയച്ചിറ അവിടെ ചെയ്യണ്ടല്ലോ. ഒരു 3 ഏക്കറിൽ നമ്മ പാട്ടത്തിന് എടുത്തിട്ട് ചെയ്യുന്നുണ്ട് പച്ചക്കറി. അവിടെ ഇപ്പൊ ഒരു 2 ഏക്കറിന്റെ താഴെയായിട്ട് തണ്ണിമത്തനും വെള്ളരി ഏതെങ്കിലും ചെയ്തിട്ടില്ല. ഇപ്പൊ റെഡി ആക്കി ഇട്ടിട്ടുണ്ട് സ്ഥലങ്ങളൊക്കെ ശരിയാക്കി. എന്നിട്ട് നമ്മളാ മറ്റേ ഷീറ്റൊക്കെ വിരിച്ചിട്ട് ചെയ്യാന്ന് വെച്ചിട്ട് തുള്ളി നന വെച്ചിട്ട് സൗകര്യത്തില് അതെല്ലാതിനും കൂടി ചെയ്യണം. എന്നാലേ നമുക്കത് വിജയിക്കുള്ളൂ. ഇതിനൊക്കെ ഫണ്ട് ഗവൺമെന്റ് സബ്സിഡിയോട് കിട്ടുമോ? ഇതിപ്പോ തണ്ണിമത്തം ചെയ്യണ കാരണം നമുക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട് അവര്. ഇത്ര ഏക്കർ നമ്മ ഇത് ഫെർട്ടിലൈസർ അതിന്റെ മറ്റേ സാധനം വെച്ച് ചെയ്യുമ്പോഴേ ആ മറ്റേ ഷീറ്റൊക്കെ വിരിച്ചിട്ട് അടിയിൽ പൈപ്പൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതില്ലേ, അതില് ചെയ്യുന്നതിന് ഉണ്ടെന്ന് പറയുന്നു. നമ്മ അന്വേഷിച്ചിട്ടില്ല, അത് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കൃഷിഭവന്റെ ഉപദേശങ്ങള് ഒക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾക്ക് സംശയങ്ങളുള്ളതൊക്കെ കൃഷിഭവനോട് ചോദിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യാം. ഇപ്പൊ നെല്ലിനായാലും ഇപ്പൊ ഓരോ കേട് കാണുമ്പോഴും അല്ലെങ്കിൽ അവർ വന്ന് നോക്കലൊക്കെ കൃഷിഭവൻകാര് നമ്മളെ സഹായമുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും അവരോട് ചെന്ന് പറയാനും എടുക്കാനും. നമ്മുടെ ഈ കൃഷി വകുപ്പ് നമ്മോട് നല്ല അടുപ്പത്തില്. ഇപ്പൊ കുരിച്ചിറ പോയപ്പോഴും അവരും ഇതുപോലെ തന്നെ നല്ല. അത് കോർപ്പറേഷന്റെയാണ് അത്. എന്നാലും അവര് ഒല്ലൂര് കൃഷിഭവന്റെ കീഴിലാണ് ഇപ്പൊ ഈ 3 ഏക്കർ ചെയ്യുന്നത്.
അപ്പൊ അവരുടെ അത് ഭാഗത്തുനിന്ന് നല്ല വലിയൊരു കോപ്പറേറ്റീവ് ആണ്. കുഴപ്പമില്ല, അവർക്കും നല്ല സഹകരണം. നമ്മപ്പോ കൃഷി ചെയ്യാനാരും ഇല്ല മെനക്കെടുന്നില്ലല്ലോ. ഇല്ല അപ്പൊ ഇപ്പൊ പലരും അതുകൊണ്ട് വിനോദം കാണിക്കുന്ന ചെയ്യുന്നവരോട് നല്ല ഒരു കാഴ്ചപ്പാടാണ് അവർക്കുള്ളത്. അതെന്തായാലും നല്ലൊരു സമീപനം. അതന്നെ എന്നാലും ആൾക്കാർക്ക് വീണ്ടും വീണ്ടും കൃഷി ചെയ്യാൻ താല്പര്യം ചെയ്യാനായിട്ട് ഇതില് താല്പര്യം. മുഖം ഇതിപ്പോ തിരിച്ചിട്ട് നമ്മളിപ്പോ താല്പര്യം നമ്മുടെ കാലം കഴിഞ്ഞാൽ കൃഷി അങ്ങനെ അന്യം നിന്ന് പോകാൻ പാടില്ല. ചെറുപ്പക്കാർ ഇതിലേക്ക് ഇറങ്ങി അത് വരണ്ടേ, വേണം. എന്നാലല്ലേ നമ്മൾക്ക് ഇപ്പൊ നിലനിൽപ്പുള്ളൂ. എല്ലാവർക്കും കുറച്ച് പൈസ കൂടി നല്ല പച്ചക്കറി, വിഷമില്ലാത്ത അതെ, പച്ചക്കറി കിട്ടിയാൽ അങ്ങനെ ഒരു ഇതിലേക്ക് അതിന് തേടി മാറുന്നുണ്ട്. നടക്കണം. ആ അതിലേക്ക് മാറിയ ആൾക്കാർ, ആ കാരണം ഈ വഴിയോര കച്ചവടം ഈ ചെയ്യുന്നതൊക്കെയും ഈ വിഷം അടിച്ചു വരുന്ന സംഭവങ്ങളല്ല. അവർക്ക് ഇത് ലാഭണേ, നമുക്ക് ലാഭം എന്ന് പറയുന്നത് നമ്മ ഇത് ഇത് മരുന്നടിക്കാണ്ട് ലാഭത്തിലധികം മനഃതൃപ്തിന്ന് ഇതിന്റെ ഈ വിളവിന്റെ ഇരട്ടി നമുക്ക് ഉണ്ടാക്കാം. ഒന്ന് മരുന്നടിച്ചു ആ കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ ഇത്രയും ചെയ്യാൻ മനുഷ്യന്റെ പരിചരണം വേണ്ട. ഇത്രയും പരിചരണം വേണ്ട. അത് 1-2 ആഴ്ച അടിച്ചങ്ങോട്ട് നിറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറെ നാൾക്ക് കീടങ്ങളൊന്നും നടക്കില്ല. ആ അപ്പൊ വഴിക്ക് ആ വരില്ല. വിളവ് കിട്ടും. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമ്മളിത് ചെയ്യല് ഇതിനെ നന്നായി നമ്മള് പരിചരിക്കണം. സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു അതെ, ത്യാഗം കൂടിയിട്ടാണ് ഇതില്. കാരണം ജൈവ നമുക്കൊരു പച്ചക്കറി ഉണ്ടാക്കിയിട്ട് കൊടുക്കല്ലേ. 100%-ൽ 60% നല്ലത് കിട്ടി 40% കേടായിട്ട് പോവും. ആ കാരണം അവര് മറ്റുള്ളവരെ കീടങ്ങൾ ആക്രമണം എന്തായാലും ഉണ്ടാവും അതുണ്ടാവും. ജൈവം ചെയ്യുമ്പോൾ. അപ്പൊ അതൊക്കെ നമ്മ ഈ ഒക്കെ ഒഴിവാക്കി നമ്മ അതിനോട് മുഴുവൻ സമയവും അതിനോട് വേണ്ടിയിട്ട് നിൽക്കുന്ന കാരണം നമ്മ അങ്ങനെ നിലനിന്ന് പോണത്. അല്ലെങ്കിൽ ഇപ്പൊ പച്ചക്കറി എല്ലാവരും നഷ്ടം എന്നല്ല പറയുന്നത്. നഷ്ടം വരുന്നത് ഇതാണ് സംഭവം. എത്ര മക്കളുണ്ട്? 3 മക്കള്. മൂന്ന്. 3 മക്കള്, 3 പെൺമക്കള്. മൂന്നാളും ആ 3 പേര് കല്യാണം കഴിഞ്ഞ് അവരൊക്കെ നന്നായി പഠിച്ചവരെന്നെ. അവർക്ക് ഇതിനോടും താല്പര്യമില്ല. അവർക്ക് ഇപ്പൊ മൂത്ത മോള് ഇതുപോലെ ഖത്തറിലാണ്. ആ കുട്ടി ഇതുപോലെ അവിടെ ചെന്നിട്ട് അവർക്ക് വില്യാണ്. അതിന്റെ അപ്പൊ ചുറ്റും ഞാനിത് കൃഷി ചെയ്യുന്നത് ആൾക്കറിയാലോ. ഓ അപ്പൊ ആളവിടെ തുടങ്ങി അവളുടെ ഈ ഒരു ഇത്തിരി വെട്ടത്തില് ആളും അവൾക്കുള്ള ചെയ്യും. കുറെ പച്ചക്കറികളോട് ചെയ്യും. പൂച്ചെടികളോട് കൂടുതൽ, എന്നാലും ആവശ്യത്തിന് പച്ചക്കറിയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ ആൾക്കാണ് ചെയ്യാൻ പറ്റില്ല, ഫ്ലാറ്റില് അതിന് സ്ഥല സൗകര്യം 3-ാം നിലയിലാണ്. എന്നാലും ആള് കുറേശ്ശൊക്കെ ചെയ്യും. 3-ാമത്തെ ആളും ഇതുപോലെ തന്നെ. അത് അവര് അബുദാബി എന്ന് പറഞ്ഞാലേ ഭയങ്കര വെള്ളത്തിനൊക്കെ ഭയങ്കര ലിമിറ്റിന് ഉപയോഗിക്കാൻ പാടില്ല. അവിടെ എന്നാലും വെള്ളക്ഷാമം ഉള്ളതുകൊണ്ട് അവളുടെ മക്കൾക്കുള്ള ഒരു അങ്ങനെ ചെറിയ ചെറിയ സ്ഥലം തുളസിയും പനിക്കൂർക്കയും ഒരു കുറച്ച് മുളക് അങ്ങനെയൊക്കെ ആളും ചെയ്യും. എന്നാൽ അവർക്ക് ഇതിനോട് സ്വന്തമായിട്ട് താല്പര്യമൊക്കെ പച്ചക്കറി ഉണ്ട്. ചെയ്ത് ഉണ്ടാക്കി കഴിക്കാനുള്ള താല്പര്യം. രണ്ടാമത്തെ ആള് ദുബായില്, അവള് ഫ്ലാറ്റിലാണ്. അപ്പൊ അവള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ സൈഡിലൊക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ ചെയ്യും. പിന്നെ നമ്മളതുപോലെ അവർക്ക് അവിടെ വളങ്ങളും ഉണ്ടാക്കാനൊന്നും അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അവിടെ ഇങ്ങനെ നമ്മ ഈ കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കണ പോലെ അവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ അതൊക്കെ ഒന്നും അതിന് ബുദ്ധിമുട്ടല്ലേ അവർക്ക് പറ്റില്ല. പിന്നെ അവിടെ വളങ്ങളൊന്നൊക്കെ മേടിക്കാൻ കിട്ടണമെങ്കിൽ കുറെയൊക്കെ ഒരു ദൂരെ പോണം. അതും ഈ ആടിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ആടുകളുടെ ഒട്ടകങ്ങളുടെ ഒക്കെ ഒട്ടകത്തിന്റെ ചാണകം മാത്രമല്ലേ കിട്ടുള്ളൂ. അതെ. അതിന്റെ ഉള്ളിലൊക്കെ തിന്നുകൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഏതെങ്കിലും ഒരു വ്യക്തികൾ ഇതിലേക്ക് വരിക, അവർക്ക് കൊടുക്കാനുള്ള ഒരു എല്ലാവരും ആശയം അതൊന്ന് ഇതിലേക്ക് പറഞ്ഞു. ഇതിലേക്ക് നമ്മ കൃഷിയിലേക്ക് വരണം എന്നാ പറയുന്നത്. കാരണം ഇനിയൊരു തലമുറ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന തലമുറയുടെ അവസ്ഥ വളരെ മോശമാണ്. അതെ ഇനി അതെ അതിലും മോശമായിട്ടാണ് അടുത്ത തലമുറ വളരുന്നത്. കാരണം വിഷങ്ങൾ മാത്രം കഴിച്ചും കൊണ്ടാണ് ഇപ്പോഴത്തെ തലമുറ നീങ്ങിപ്പോണത്. ഇനി നമുക്കത് ബാധിക്കാത്തത് നമ്മ ചെറുപ്പത്തിലൊക്കെ നല്ല ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ്. അതൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞത് ഈ വെറും വിഷം വിഷമുള്ള മാത്രം. പച്ചക്കറികളായിട്ടും പച്ചക്കറിയിൽ മാത്രമൊന്നല്ല, എല്ലാറ്റിലും എല്ലാത്തിലും വിഷമാണ്. അപ്പൊ ഒരു പരിധി വരെ നമ്മ അതിന്നൊക്കെ ഒന്ന് മോചനം നേടണമെങ്കിൽ നമ്മ നല്ലത് നോക്കി വാങ്ങിച്ച് കഴിക്കുക, നമ്മ ഉണ്ടാക്കുക. കൊറേ അതാണ് മെയിനായിട്ട്. ആ നമുക്കിപ്പോ ഇന്നല്ല ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. വിത്തിന് വിത്ത് തരുന്നുണ്ട്, വളത്തിന് വളം തരുന്നുണ്ട്, ചെടിച്ചട്ടിക്ക് ചെടിച്ചട്ടി തരുന്നുണ്ട്, എല്ലാവിധ സൗകര്യം കൊടുക്കുന്നുണ്ട്. എല്ലാതും നമുക്ക് തരുന്നുണ്ട്. പക്ഷെ പക്ഷെ ആരും ചെയ്യാൻ ആർക്കും തയ്യാറില്ല. ചെയ്യാൻ മെനക്കെടുന്നില്ല. മെനക്കെടുമ്പോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് പാഴാക്കി കളയാൻ ആൾക്കാർക്ക് അധികം നേരമില്ല. നേരം വേണ്ടല്ലോ. ഒരു നേരില്ല ദിവസം എന്ന് ഒരു പറയുന്നത്. 1-2 മണിക്കൂർ ചെലവഴിച്ച് നമുക്ക് ആവശ്യമുള്ള അതന്നെ പച്ചക്കറി ഒരു ഉണ്ടാക്കാൻ പറ്റില്ല. അരമണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ ചുരുങ്ങിയത് തന്നെ അരമണിക്കൂർ. അതന്നെ അത്രേ വേണ്ടൂ. പക്ഷെ അതിനൊന്നും മെനക്കെടാൻ തയ്യാറില്ലാത്തോടത്തോളം കാലം നാളെ വീണ്ടും നമ്മള് വിഷം കഴിച്ച് തന്നെ കഴിച്ച് നമുക്ക് എന്താ വരാന്നൊന്നും പറയാൻ പറ്റില്ല ഇനിയുള്ളൊരു തലമുറക്ക്. അപ്പൊ തലമുറ ശരിക്കും ഇപ്പൊ ഇനിയുള്ള ആൾക്കാർ മൊത്തത്തിൽ കൃഷിയിലേക്ക് ഇറങ്ങി അവരെ ഇറങ്ങിയാൽ ആരോഗ്യം മാത്രമേ നമ്മൾക്ക് ഇനി പഴയതുപോലെ ഒരു ആരോഗ്യം വീണ്ടെടുക്കാൻ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ എന്തിലും വിഷം ആയാലും മറ്റുള്ള കീടനാശിനി ആയാലും എന്തായാലും റേഡിയേഷൻ ആയാലും അതും ഒരു വക വേറുണ്ടല്ലോ. അതും എല്ലാം കൂടി നമ്മളെ അങ്ങനെ നമ്മൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പോ ഇത്രയും കൂടി ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും കൃഷി ചെയ്യുന്നത്, വിപണനം ചെയ്യുന്നത്. കാരണം ഇല്ലാത്ത വസ്തുക്കൾ ഉള്ളിടത്തും മേടിച്ചിട്ട് ഓരോ സ്ഥലങ്ങളിൽ മാറി 5 ചന്തകളിൽ പറഞ്ഞു ചന്തകളിൽ കൊണ്ട് 4 ചന്തകള്. അപ്പൊ ധാരാളം പിന്നെ നമ്മ കൃഷിഭവന്റെ ചന്തകളിലേക്ക് കൊടുക്കും.
പിന്നെ ആൾക്കാർ ഇവിടെ വന്ന് മേടിക്കുന്നുണ്ട്. ഇവിടെ വന്ന് അപ്പൊ വാങ്ങിക്കാൻ ആൾക്കാർക്ക് ഒരു വിശ്വാസം വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കൃഷിയുള്ള കുറെ കാലം ഇങ്ങനെ നിൽക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. കാരണം ഇങ്ങനെ ഒരു നല്ല പച്ചക്കറി കഴിച്ച് ജീവിക്കാന്നാണ് എല്ലാവർക്കും താല്പര്യം. പൈസയല്ല, ജനങ്ങൾക്ക് നല്ല പച്ചക്കറി വിഷമില്ലാത്തത്. ആ രീതിയിലേക്ക് കുറെ ജനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രം അവരെന്നെ കൃഷി ചെയ്യാൻ തയ്യാറാക്കി വളരുന്നുണ്ട്. പലരും അതെ. ചെയ്യാൻ തയ്യാറില്ല. ഗവൺമെന്റ് ഭാഗത്ത് നല്ല അനുകൂലം സഹകരണങ്ങളുണ്ട്. ഗവൺമെന്റിന് പക്ക എല്ലാ സഹായങ്ങളും ഉണ്ട്. ഇത്തേക്ക് പിന്നെ എല്ലാ ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും അറിയാലോ. ഓരോ പഞ്ചായത്ത് നമ്മളെന്നാ അടിസ്ഥാനത്തില് ഇതിനോട് നമ്മത് ശ്രദ്ധ കേന്ദ്രീകരിച്ചോട് കൂടിയിട്ട് നമ്മ ഇതൊക്കെ പഠിക്കാൻ തുടങ്ങി. കുറെ ഓരോന്നും എന്തൊക്കെ പഠിച്ചും കൊണ്ട് പഠിച്ചിരുന്നോ പ്രേക്ഷകർക്കുണ്ട്. നമ്മള് വരുന്ന എല്ലാ ക്ലാസ് നമ്മളൊരു ചെടീനെ എങ്ങനെ വളർത്തിയെടുക്കണം, അതിന്റെ ഏതൊക്കെ അതിന് മൂലകങ്ങൾ വേണം, അതിന് എന്തൊക്കെ അതിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മപ്പ എല്ലാം കീടങ്ങൾ വന്ന് ആക്രമിക്കുന്നതല്ല, അതിന് വേണ്ട പോഷകാഹാരം നമ്മ മനുഷ്യനായാലും നല്ല ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ നമ്മ നന്നായിട്ട് വളരുള്ളൂ. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഇട്ട് കൊടുത്തു അതങ്ങനെ വളരട്ടെ എന്ന് വിചാരിച്ചാൽ വളരൊന്നുമില്ല. അതിന് വേണ്ട എല്ലാ മൂലകങ്ങളും അതിന് വേണ്ട എല്ലാ വളങ്ങളും അതിന് വേണ്ട എല്ലാതും നമുക്ക് അതിന് കൊടുത്താലേ അത് വളരുള്ളൂ. അപ്പോഴേ കേടില്ലാണ്ട് വളരുള്ളൂ. അല്ലെങ്കിൽ അത് കുരുടിക്കും. ചിലർ വല്ല മുളക് കുരുടിച്ച് അതിന്റെ മുഖ്യമായിട്ടുള്ള കാരണം എന്നിട്ടാണ് അതിന് വേണ്ട പോഷകങ്ങൾ ചെല്ലാത്തോണ്ടാ. അത് പാടായാലും കോഴിയായാലും പശുവായാലും മനുഷ്യനായാലും ചെടിയായാലും വേണ്ടത് എത്തണം. അതിന്റെ അതിന് അവർക്ക് വേണ്ടത് നമ്മൾ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അതിന് കീടബാധകൾ വരും ഉറപ്പായിട്ടും. പിന്നെ വരുമ്പോ തന്നെ അതിന് ട്രീറ്റ്മെന്റ് ചെയ്യും വേണം. നമ്മപ്പോ പനി വന്നു കഴിഞ്ഞാൽ നമ്മ ഹോസ്പിറ്റലിൽ പോകില്ല. എന്നമാതിരി നമ്മളെ കൊണ്ട് കഴിയാവുന്ന എന്തെങ്കിലും ജൈവ രീതിയിൽ ചെയ്യാനുള്ള മാർഗങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ സെമിനാറുകള് ജില്ലാ പഞ്ചായത്ത് തലത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഉണ്ട്. കൃഷി ചെയ്തിട്ട് കാര്യം ഗവൺമെന്റ് ഭാഗത്തുനിന്നുള്ള ആനുകൂല്യമില്ല. അത് നമ്മൾ അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടണം. അതെ നമ്മ അന്വേഷിച്ചെത്തണം, കണ്ടെത്തണം. അതിന്റെ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ എവിടെ എങ്ങനെ കിട്ടുക എന്നുള്ളതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം. പിന്നെ നമ്മ കൃഷിഭവനായിട്ട് നിരന്തരം ബന്ധപ്പെടണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവരിൽ നിന്നാണ് നമുക്ക് പഞ്ചായത്ത് തലമായിട്ടും കൃഷി വകുപ്പായിട്ടൊക്കെയാണ് നമുക്ക് അതിന്റെ സഹായങ്ങൾ എടുക്കുന്നത്. അത് നമ്മ കണ്ടെത്തണം. നമ്മ അവരോട് പോയി പറയണം. അപ്പോഴേ അവര് നമുക്കതൊക്കെ ചെയ്തു തരുള്ളൂ. ഈ വീട് സ്ഥലത്തിന്റെ പേര് ശരിക്കും ഏത്? ചേർപ്പ് പടിഞ്ഞാറ്റുമുറി അല്ലേ? അപ്പൊ നമുക്ക് ഇവിടുന്ന് ജനങ്ങൾക്ക് പച്ചക്കറി മേടിക്കാൻ വരികയെങ്കിൽ ഏത് വഴിക്ക് തൃശ്ശൂരിന്ന് വരികയെങ്കിൽ തൃശ്ശൂർ ഇറങ്ങി കഴിഞ്ഞാൽ ചേർപ്പാണ് ഇതിന്റെ പ്രോപ്പറായിട്ട് പറയാ. പിന്നെ ഇതിന് ചേർപ്പ് വെസ്റ്റ് എന്ന് പറയാം. അപ്പൊ ബസ്സിൽ കയറി അതന്നെ ഈ വീട്ടിലേക്ക് വന്ന വഴി ചേനം വഴി എന്നാ പറയാ, ചെറുചേനം വഴി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വളരെ നന്ദി. കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രണ്ടുപേരും ജീവിക്കുന്നു വേണമെങ്കിൽ പറയാം. ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് ജനങ്ങൾ സ്വയം മനസ്സിലാക്കണം. അപ്പൊ എല്ലാവരും നന്ദി. ഓക്കെ താങ്ക് യു. നാടൻ ചീരത്ത നമുക്ക് കടയോടെ പറിച്ചതാണ്. വേറെ സാധനങ്ങൾ കൊണ്ടുപോകാൻ നമ്മുടെ മര്യാദക്ക് വേണ്ടതാണ്. അതല്ലല്ലോ ശരി. നാടൻ ബജിമുളക്. പിന്നെ ഇതിൽ പ്രത്യേകത നമുക്കൊരു മിറാക്കിൾ ഫ്രൂട്ട്സ് കിട്ടി. അത് ടേസ്റ്റ് നോക്കി. അതിന് ശേഷം തക്കാളി കഴിച്ചു, മുളക് കഴിച്ചു പോകുന്നു. തക്കാളിക്ക് മാത്രം മുളകിന് തീരുമില്ല. അങ്ങനത്തെ ഫ്രൂട്ട്സ് നിങ്ങൾ കഴിച്ചു നോക്കും. ഞാൻ കാണിക്കാൻ